ഇത് നമ്മൾ നല്ല കിടിലനൊരു അച്ചാർ തയ്യാറാക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മുടെ വായിലൂടെ നമുക്ക് വെള്ളം ഒലിച്ച് വരുന്ന ഒരു ടേസ്റ്റാണ്. സോ ടേസ്റ്റി. ഇത് കുപ്പിയിലേക്ക് നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിൻ്റെ ഐറ്റംസാണിത്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. മാങ്ങയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. അപ്പോൾ ചെത്തി കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മസാല തയ്യാറാക്കുകയാണ്. കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് പതുക്കെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തു. ഇതിലേക്കൊരു കിടിലൻ മസാല ചേർക്കുകയാണ്. സോ ടേസ്റ്റി. അതാണ് കുരുമുളക് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ ഫുള്ളുണ്ട്. ഇനി അതിൻ്റെ ആ പച്ച ചുവ മാറി കിട്ടാൻ ഒന്ന് ഫ്രൈ ചെയ്യണം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. ഇനി ഇത് മിക്സ് ചെയ്യണം. നാരങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇഞ്ചി കട്ട് ചെയ്തത് ഇതിനോട് കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യണം, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇറങ്ങാനായിട്ട്. നെല്ലിക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഇനി മിക്സ് ചെയ്യണം ഓരോ ഐറ്റം ഇട്ട് കൊടുക്കുമ്പോൾ. ക്യാരറ്റാണ്, അത് ഇട്ട് കൊടുത്തു. എല്ലാ ഐറ്റംസും ഒന്നുകൂടെ മിക്സ് ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുത്തോളുക. പച്ചമുളകാണ്, ചെറിയ രീതിയിലുള്ള പച്ചമുളകാണ്. കാന്താരി മുളക് എന്ന് പറയുന്ന മുളകാണ് അത്. മുളക് നന്നായി മിക്സ് ചെയ്യണം, എങ്കിലേ അതിൻ്റെ എരിവ് എല്ലാ ഭാഗത്തും മിക്സായി വരികയുള്ളൂ, ഇളകി വരികയുള്ളൂ. മാങ്ങയാണ്. ഈ മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങയല്ല, പഴുക്കാൻ ആരംഭിച്ച മാങ്ങയാണ്. അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. പുളിയൊക്കെ മാറിയ മാങ്ങ. ഇത് നല്ല ടേസ്റ്റാണ്. ഈ മസാലകളുടെ കൂടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റും കൂടെ കൂടി ഭയങ്കര രുചിയാണ്. ഉപ്പ് 2 ടീസ്പൂൺ ഫുള്ളുണ്ട്. ഇതിൽ കൂടുതൽ ചേർക്കണ്ട. ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഇത് പാകമാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കണ കാരണം എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി ചേർത്തതാണ്. ഇത് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കണം, കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട്. ഇനി ഒരു കിടിലൻ ഐറ്റം ഇതിൽ ചേർക്കാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് മേക്കറായിട്ടുള്ളൊരു സാധനം, അത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ. വേറൊന്നുമല്ല, വിനാഗിരിയാണ്. 50 ഗ്രാം വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എല്ലാം ഉപ്പിൻ്റെയും വിനാഗിരിയുടെയും പച്ചയ്ക്കുള്ള പച്ചക്കറികളുടെയും കൂടി വെള്ളം ഇറങ്ങുമ്പോഴത്തേനും ശരിക്കും ഫുൾ കവർ ചെയ്യും. വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നമ്മളതിൻ്റെ മിക്സൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഭരണിയിലേക്ക് നിറച്ചും വെച്ചു.